ചേച്ചി, നീ എനിക്ക് സ്ഥിരമായിട്ട് ആ കാശ് തരുവാണെങ്കിലേ നിന്റെ ഡ്രസ്സ് ഞാൻ തന്നെ എന്നും അയൺ ചെയ്തു തരാം. ആഹാ, നീ കൊള്ളാലോ. ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചോളം ചെയ്തെങ്കിൽ നീ കാശുണ്ടായിക്കോളും. ചുമ്മാന്നല്ലോ, അയൺ ചെയ്ത് തന്നിട്ടല്ലേ, വെറുതെ നോക്കിയിരുന്നെ ഞാൻ കാശ് മേടിച്ചില്ലല്ലോ. എടി, ഞാൻ ഇന്നൊരു ദിവസം കാശ് തന്നു പറഞ്ഞ് എല്ലാ ദിവസവും തരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ? പിന്നെ അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് അങ്ങ് തേച്ചാ പോരെ? ആ കാശ് എന്റെ കീശയിൽ ഇരിക്കൂലേ? നിനക്ക് അങ്ങ് തേച്ചാൽ മതിയായിരുന്നല്ലോ, എന്നെ കൊണ്ട് തേപ്പിച്ചിട്ട് ന്യായം പറയുന്നു. എനിക്ക് ഇത് കൊള്ളാലത്. എടി, ഇന്ന് എനിക്ക് സമയമില്ലാത്തോണ്ടാണ് ഞാൻ നിന്നെ കൊണ്ട് തേപ്പിച്ചത്. ഇന്നലെ നോട്ട്സ് ഒക്കെ എഴുതിയതൊക്കെ നീ കണ്ടില്ലേ? ഇഷ്ടംപോലെ നോട്ട്സ് ഉണ്ടായിരുന്നു. ഓരോന്നിനും ഓരോ ഉടായിപ്പ് ന്യായം. ഉടായിപ്പൊന്നും അല്ല, ഫ്രണ്ടിന്റെ വീട്ടിലും പോണമായിരുന്നു, അതൊക്കെ കൊണ്ട്. അച്ഛാ മക്കളെ, നിങ്ങൾ ഇവിടെ ഇരിക്കണ? അമ്മ എന്ത് ചെയ്യുന്നു? അമ്മയാ? അമ്മ നല്ല ഉറക്കത്തില്. ഉറക്കത്തില്ല? ഇപ്പോഴും നോർമൽ ആയിട്ടില്ല. അവളുടെ പേടിയൊന്നും മാറിയില്ലേ? എവിടെ? ഗ്യാസിന്റെ മണം അടിക്കുന്നു, ഇസ്തിരി ഇടുമ്പോ ഷോക്ക് അടിക്കും, കിണറ്റിലെ വെള്ളം കോരാൻ പേടി, അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ഇരിക്കുകയാണ്. എനിക്കറിയില്ല എന്താ ചെയ്യ. പെട്ടെന്നുള്ള ഒരു ഷോക്കാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കാം. അച്ഛാ, അമ്മയ്ക്ക് എന്തുവാ പറ്റിയേ? ഇന്ന് നേരെ വേണം അമ്മ ഞങ്ങളുടെ മിണ്ടിയിട്ട് പോലും ഇല്ല. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ മോളെ. എന്തായാലും ഞാനൊന്ന് ഡോക്ടറെ വിളിക്കട്ടെ. പാവല്ലേ അച്ഛൻ. നീ ഈ കാര്യം പറഞ്ഞ അച്ഛൻ ഭയങ്കര ടെൻഷനായിരുന്നു. അല്ല, നീ നേരത്തെ പറഞ്ഞില്ലേ നീ ഫ്രണ്ടിന്റെ വീട്ടിലെന്താ പോണെന്ന്? അതങ്ങോട്ട് പോണേ? എല്ലാ കാര്യവും നിന്റെ അടുത്ത് പറയണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ പിങ്കി. നിർബന്ധമുണ്ട്. എനിക്ക് നിന്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ട്. നീ ഏതെങ്കിലും കുഴിയിൽ ചെന്ന് ചാടിയാലോ? നീയേ എന്റെ കാര്യത്തിന് ഓവറായിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഒരു കുഴിയിലും ചെന്ന് ചാടില്ല. അങ്ങനെ ആയ നിനക്ക് പിന്നല്ലോ മക്കളെ. പിന്നെ ഞാൻ ഡോക്ടറെ വിളിച്ചു. എന്താ പറഞ്ഞ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് പെട്ടെന്നുള്ള ആ ഷോക്കിലുള്ളൊരു ഇതാണ്, മാനസിക പ്രശ്നമാണ്. അതൊരു കൗൺസിലിംഗ് കൊണ്ട് മാറാന്നുള്ളതേ ഉള്ളൂ. അപൂർവം ചിലർക്ക്, ഈ കുട്ടികൾക്കാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ചിലരത് സ്വയം നിയന്ത്രിച്ച് അങ്ങ് ബിഹേവ് ചെയ്തങ്ങ് പോകും. അല്ലാത്ത ചിലർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒരു സ്വപ്നം വരുത്തി വെച്ച വേനേ മോളെ, അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന്. ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറുന്നേ ഉള്ളൂ. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവള് കുറച്ച് കൂടുതലായിട്ട് പേടിച്ചു, ഏതാണ് പറ്റില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ എന്താ പറഞ്ഞു. ഞാനൊരു ഓട്ടോ പിടിച്ചിട്ട് വരാം. അമ്മയ്ക്ക് സ്കൂട്ടർ കയറാൻ പേടിയെന്ന്. അച്ഛൻ അവിടെ വരെ പോണ്ട. മരിയ ബേക്കറി അങ്കിളില്ലേ, പുള്ളിയെ വിളിച്ച് പറ ഓട്ടോ ഇങ്ങോട്ട് വിടാം. അച്ഛൻ വിളിച്ചു. അവിടെ ഒറ്റ ഓട്ടോറിക്ഷ, എല്ലാം ഓട്ടം പോയിരിക്കുന്നു. ഞാൻ എന്താ ഇങ്ങോട്ട് റോഡിൽ ഇറങ്ങിയ കാലിയായിട്ട് ഓട്ടോറിക്ഷ വരുമല്ലോ, ഒരെണ്ണം വിളിച്ചിട്ടാ. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അമ്മ എടുത്തിട്ട് പോ. അവളെ ഒന്ന് റെഡിയാക്ക്. ഞാൻ ഓട്ടോ പിടിച്ചിട്ടേ. ഓക്കെ. അമ്മ നോക്ക് പോ. എനിക്കൊന്ന് കൗൺസിലിംഗ് ചെയ്താൽ കൊള്ളാന്നുണ്ടടി. ഞാനേ മെന്റലി ഒട്ടും സ്ട്രോങ് അല്ല. ഫിസിക്കലി ഞാൻ സ്ട്രോങ് ആണ്, പക്ഷെ മെന്റലി ഞാൻ ഭയങ്കര വീക്കാണ്. അത് ശരിയാണ് ചേച്ചി. നിനക്ക് ഈ പറച്ചില് മാത്രമേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. നീ ഭയങ്കര വീക്കാണ്. സത്യം. അതിനങ്ങനെ കൗൺസിലിംഗ് എന്ന് പണ്ട് നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ. എന്ത്? ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങൾ. എന്ത് പറയുന്നു? നോക്കാം. കാണുന്നില്ലല്ലോ ഓടി അവരെ. ഇനി വരൂടി. എന്നാലും എനിക്ക് ആലോചിക്കുമ്പോ ഒരു ടെൻഷൻ വരും. ഞാൻ നേരത്തെ വിളിച്ചപ്പോ കിട്ടിയില്ല അവരെ. ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ? മക്കളെ, അമ്മ എന്തായി? പിള്ളേരെ, എങ്ങനെയുണ്ട് അമ്മ? ഇപ്പൊ ഉഷാറായില്ലേ? ഓക്കെ ആയില്ലമ്മ? പിന്നെ സ്മാർട്ട് ആയില്ലേ? അതെ മോളെ, എന്റെ ഫ്രണ്ടായിട്ട് പറയില്ല, നല്ല മിടുക്കനാണ് ആ ഡോക്ടർ. ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ, ഊളായ കണ്ടില്ലേ? പേടിയൊക്കെ മാറി. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഓക്കെയാണ്, ഫ്രീ ആയി. അതാ പറയണേ, ഏത് രോഗത്തിനും മരുന്നുണ്ട്, അത്രേ ഉള്ളൂ. പറച്ചിൽ കേട്ടതൊന്നും എനിക്കൊന്നും വലിയ മാറാ രോഗമായിരുന്നു. എനിക്കൊരു പേടി ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഡോക്ടറോട് ചെന്നപ്പോ ഡോക്ടറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, അതിനുള്ള ഉത്തരം പറഞ്ഞു, എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോ എന്നോട് കുറെ നേരം സംസാരിച്ച് ഒന്ന് ആശ്വസിപ്പിച്ചു. അത്ര റിലാക്സ്ഡ്. ഞാൻ പറഞ്ഞില്ലേ? ഇതാ പറയണേ എന്റെ പൊന്നുമണി, ഇനിയെങ്കിലും ഈ സ്വപ്നം കണ്ട് പേടിക്കുക, ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. സ്വപ്നത്തിൽ കാണുന്ന ഒരു കാര്യവും ഭരിക്കൂല, അറിയാമോ? ഒരു കാര്യം ചെയ്യും, നീയേ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ചായ ഇട്ടിട്ട് വാ. നിന്റെ കൈ കൊണ്ടൊരു ചായ കുടിച്ച ഞാൻ ഓക്കെ. ചെല്ലുമണി, ചെല്ലു. നീ പോയി. അച്ഛാ, എന്താ വെച്ചാ കൈ ഇരിക്കുന്നത്? ഇത് ഒരു ലോട്ടറി. ലോട്ടറി? വിഷു ബമ്പർ. അതെ, ഞാൻ ഒരു സ്വപ്നം കണ്ട് എനിക്ക് ലോട്ടറി അടിക്കുന്നുണ്ട്. ഇത്തവണത്തെ വിഷു ബമ്പർ എനിക്കാണെന്ന് ഞാൻ കണ്ടു.
അപ്പൊ പിന്നെ അത് അങ്ങ് എടുത്തു. അല്ല തന്നെയല്ല, ആ. മോൾക്ക് സ്കൂട്ടർ, നിനക്ക് ഇഷ്ടം പോലെ ആഹാരവും, ഓക്കെ. നിനക്ക് എന്ത് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മള് നല്ല അടിപൊളിയായിട്ട് ജീവിക്കും നമ്മള്. അതെ ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ. ആരോ പറയുന്ന കേട്ടു ഈ സ്വപ്നം ഒന്നും ഫലിക്കത്തില്ല, അത് നടക്കത്തില്ല, അത് വെറുതെയാന്നൊക്കെ. അല്ല, ചില സ്വപ്നങ്ങള്, നല്ല സ്വപ്നങ്ങളൊക്കെ ചിലപ്പോ ഫലിക്കും. മക്കളെ ഇതിനെയാണോ പൊട്ടിന് ലോട്ടറി അടിക്കാന്നുള്ള പറയണത്? ശരിയായിരിക്കും ചില. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ലോട്ടറി അടിച്ചാലേ നമുക്ക് എല്ലാ പ്രശ്നവും തീരുമല്ലോ. എന്നെ ഇത്രയും ഉപദേശിച്ച് എന്നെ ഇതൊക്കെ പറഞ്ഞു നിന്നിട്ട് അവസാനം ചേട്ടൻ ഇങ്ങനെ കാണിച്ചല്ല. ചുമ്മാ